ഹായ് ഡിയേഴ്സ്, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്കിന്ന് ബ്രെഡും 2 കിഴങ്ങും കൊണ്ട് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈം കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ റെസിപ്പി. കിഴങ്ങ് നന്നായിട്ട് ഇതുപോലെ കട്ടകളില്ലാതെ ഞാൻ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ വത്തൽമുളക് പൊടിച്ചതുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മല്ലിയില നന്നായിട്ട് പൊടിയായി അരിഞ്ഞെടുത്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കാം. ഒരു 4 പീസ് ബ്രെഡോളം മതിയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ് നിറയെ ഉള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കിഴങ്ങിൻ്റെ മിക്സ് എടുത്ത് ബ്രെഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ബ്രെഡിലേക്ക് കിഴങ്ങ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് 1 പീസ് ബ്രെഡും കൂടെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 4 പീസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഒരു ബ്രെഡിൽ നിന്ന് തന്നെ 4 പീസോളം നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡിലും ഇതേപോലെ തന്നെ കിഴങ്ങിൻ്റെ ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം 1 പീസ് ബ്രെഡ് കൂടെ വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു ബ്രെഡിൽ നിന്ന് ഇപ്പോൾ 4 പീസ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കൊരു കോട്ടിങ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 1/2 കപ്പ് അളവിൽ കടലമാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അടുത്ത അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഈ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബജിമാവൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി വേണം ഇത് ഇരിക്കാനായിട്ട്. കട്ടകളൊന്നുമില്ലാതെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേ. ഇപ്പം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കട്ടകളൊക്കെ ഇല്ലാതെ എടുക്കാം. ബജിമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഇതിലേക്കൊന്ന് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ബ്രെഡ് മുക്കിയെടുക്കണം. ഒരുപാട് സമയം ഇട്ട് ബ്രെഡ് കൊടുത്താൽ അത് പൊടിഞ്ഞു പോകുകൊണ്ട് പെട്ടെന്ന് തന്നെ മുക്കി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്താൽ മതിയേ. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതുമല്ല, വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളൂ. കിഴങ്ങും ബ്രെഡും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും കാണുന്നതാണല്ലോ. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ഒരു 4 പീസ് ബ്രെഡാണെങ്കിലും നമുക്ക് പ്ലേറ്റ് നിറയെ സ്നാക്ക് കിട്ടും. 2 കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയില്ല. കടലമാവും അരിപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നല്ലൊരു സ്നാക്കായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒന്ന് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, പുറമെ നല്ല ക്രിസ്പിയും എങ്കിൽ ഉള്ളി നല്ല സോഫ്റ്റും പിന്നെ ആ ഫില്ലിങ്ങും ഒക്കെ വന്നപ്പം ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നമുക്കിത് സോസിൽ മുക്കി വേണം കഴിക്കാനായിട്ട്.
അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു ഈസി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.